അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവർക്ക് ഒരുപാട് സുഖങ്ങൾ നൽകുക എന്നതല്ല അള്ളാഹുവിൻ്റെ രീതി. മറിച്ച് അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ അടയാളം അവർക്ക് ഈ ദുനിയാവിൽ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ആ പരീക്ഷണങ്ങൾ അള്ളാഹുവിലേക്കുള്ള അവരുടെ മർത്തബ, അവരുടെ പദവി വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ പരീക്ഷണത്തിൻ്റെ തീക്ഷ്ണത അത് വലുതാവും. ഏറ്റവും തീക്ഷ്ണമായ കടുപ്പമേറിയ പരീക്ഷണങ്ങൾ അത് അമ്പിയാക്കൾക്കാണ് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. അഷദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ, ഏറ്റവും കടുത്ത പരീക്ഷണം അമ്പിയാക്കൾക്കാണ്. അത് അമ്പിയാക്കൾ അള്ളാഹുവിലേക്ക് അടുത്തവരല്ലാത്തത് കൊണ്ടല്ലല്ലോ. അമ്പിയാക്കളാണല്ലോ ജനങ്ങളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ. അതുകൊണ്ടാണല്ലോ ആ അമ്പിയാക്കളെ അള്ളാഹു തആല തിരഞ്ഞെടുത്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെ തിരഞ്ഞെടുത്തവർക്ക് തന്നെയാണ് അള്ളാഹു തആല വലിയ പരീക്ഷണങ്ങൾ നൽകുന്നത്. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ത്യാഗം സഹിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന് നെഞ്ചേറ്റിയ സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത് ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ, അവർക്ക് അള്ളാഹു തആല വലിയ പരീക്ഷണങ്ങൾ നൽകിയെന്നതാണ്. അത് തഖ്വയ്ക്ക് വേണ്ടിയുള്ളത്, അവരുടെ തഖ്വയെ പരിശോധിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ആ ചെറിയ ഒരു പനി പോലും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാകുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു ഘട്ടത്തിലും ഒരു വിശ്വാസി അവൻ കൈക്കൊള്ളേണ്ട രീതി എന്ന് പറയുന്നത് അവന് അനുഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുകയും അവൻ ശുക്ർ ചെയ്യുകയും ചെയ്യുക എന്നതാണ്. അതിന് മറുത്തൊരു ജീവിതം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന പ്രയാസങ്ങളാണ്. അത് രോഗങ്ങളാവാം, കടങ്ങളാവാം, ദാരിദ്ര്യമാവാം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണമാവാം. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ വല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അല്ലാഹു തആല മുസീബത്തുകൾ നൽകുമ്പോൾ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ പരീക്ഷണത്തിൽ ക്ഷമിക്കാനുള്ള ഏറ്റവും വലിയൊരു കരുത്ത് പ്രദാനം ചെയ്യുന്നത് നമ്മുടെ വിശ്വാസമാണ്. ഇന്നാ ലില്ലാഹ്, നമ്മളെല്ലാം അള്ളാഹുവിന് ഉടമപ്പെട്ടവരാണ്. അള്ളാഹു ഉടമയും നമ്മൾ അടിമകളുമാണ്. അടിമകളെ ആ ഉടമയ്ക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന ഒരു വിശ്വാസത്തെ ഉറപ്പിക്കുന്നതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇപ്പോഴല്ലെങ്കിൽ മറ്റൊരു സമയത്ത് നമ്മളും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന വിചാരം. അതുകൊണ്ട് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന ബിൻതൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അർസലത് ഇലൈഹി തദ്ഉ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ, ആ മകൾ ആരെന്ന് പറയുന്നില്ല, ആ മകൾ ഒരിക്കൽ ഒരു ദൂതനെ പറഞ്ഞയക്കുകയാണ്. എന്തിനാണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ വേണ്ടി, തങ്ങളോട് വിവരം അറിയിക്കാൻ വേണ്ടി. അന്നബിനഹ ഫിൽ മൗത്ത്, അവരുടെ മകൻ മരണാസന്നനായി കിടക്കുകയാണ്. ആ മകൻ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് എത്രയും വേഗം വരണമെന്നതാണ് ആ ഒരു വിളിയുടെ വാർത്ത അറിയിക്കുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയൊരു കാര്യം. ആ സമയത്ത് ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ, തൻ്റെ മകളുടെ ദൂതനായി കടന്നു വന്ന ആളോട് നബി തങ്ങൾ പറഞ്ഞു, ഇർജി ഇലൈഹ, അവളുടെ അടുത്തേക്ക് നീ തിരിച്ചു പോകണം. എന്നിട്ട് ഫഅഖ്ബിർഹ അന്ന ലില്ലാഹി മാ അഖദ്, അള്ളാഹു എടുക്കുന്ന ജീവനുകളൊക്കെയും അത് അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ഈ ലോകത്തേക്ക് ജീവൻ തന്നിട്ടുള്ളവന് ആ ജീവൻ ഏതു സമയത്തും തിരിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് നീ അവളോട് ക്ഷമിക്കാൻ പറയണം. വലഹു മാ അഅ്താ, അള്ളാഹു നൽകുന്നത് മാത്രമാണ് ഈ ദുന്യാവിൽ നിലനിൽക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് പല മക്കളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ പിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പലരും വിചാരിക്കുന്നുണ്ടാവും, എൻ്റെ ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, എത്ര ചെറിയ പ്രായത്തിലാണ് എൻ്റെ ഉമ്മ എന്നെ വിട്ടുപിരിഞ്ഞത്, എൻ്റെ ഉപ്പ
ഇന്നും ജീവിച്ചിരിക്കേണ്ട ആളാണ്. എത്ര പെട്ടെന്നാണ് ഉപ്പ വിടവാങ്ങിയത്. ഞാൻ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച വലിയ പ്രതീക്ഷകൾ നൽകിയ എൻ്റെ മക്കൾ, ആ മക്കൾ ഇന്ന് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി ഇന്ന ലില്ലാഹി മാ അഖദ് വലഹു മാ അഅത. അള്ളാഹു നൽകുന്നത് മാത്രമേ ഇവിടെ ഉണ്ടാവൂ. അള്ളാഹു ജീവൻ നൽകിയത്, ആ ജീവൻ തിരിച്ചെടുത്താൽ നമുക്ക് പരിഭവിക്കാൻ പരാതിപ്പെടാനൊന്നുമില്ല. വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ. ഈ ലോകത്തുള്ള എല്ലാത്തിനും അള്ളാഹുവിൻ്റെ അടുത്തൊരു അവധിയുണ്ട്. ആ അവധി നിശ്ചിതമാണ്. ആ അവധി നിർണയിച്ചു കഴിഞ്ഞതാണ്. അവധി എത്തിയാൽ എല്ലാം തിരിച്ചു പോകും, എല്ലാം തിരിച്ചെടുക്കും. അതുകൊണ്ട് ഫമുർഹ ഫൽ തസ്ബിർ വൽ തഹ്തസിബ്. ആ വലിയ മുസീബത്തിൽ കൂലിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥമായി അവളോട് ക്ഷമിക്കാൻ പറയൂ എന്ന് തിരുദൂതർ ആ ദൂതനോട് പറഞ്ഞു വിടുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാൻ പറ്റും, മാലി അബ്ദിൽ മുഅ്മിനി ഇദാ ഖബൽതു സഫിയഹു മിൻ അഹ്ലി ദുനിയ. ദുന്യാവിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എത്രയോ ആളുകൾ, അത് മക്കളാവാം, മാതാപിതാക്കളാവാം, കൂട്ടുകാരാവാം, പ്രിയപ്പെട്ട ഗുരുവര്യരാവാം, പ്രിയപ്പെട്ട സഹധർമ്മിണിയാവാം, പ്രിയപ്പെട്ട ഭർത്താവാവാം, ഇങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ജീവൻ നമ്മൾ എടുക്കുമ്പോൾ, അവിടെ റൂഹിനെ നമ്മൾ പിടിക്കുമ്പോൾ, സുമ്മഹ്തസബഹു, അങ്ങനെ ആ മുസീബത്തിൽ അവർ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ആ അടിമക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ഓഫർ ഇല്ലൽ ജന്ന, അത് സ്വർഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അസ്വബ്റു ഇൻദ സ്വദമത്തിൽ ഊല, ഏതൊരു ആപൽഘട്ടത്തിൻ്റെയും അതിൻ്റെ ആദ്യത്തെ സമയങ്ങളിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. ആ ക്ഷമിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം, ആ പ്രതിഫലം എന്താണ്? അത് സ്വർഗം മാത്രമാണ്. അതുകൊണ്ടൊരു വിശ്വാസിയുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും പരലോകത്ത് അവന് സന്തോഷിക്കാനുള്ളതാണ്. ഇവിടെയുള്ള ദാരിദ്ര്യം അവന് പരലോകത്ത് സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ളതാണ് എന്ന് വരുമ്പോൾ ഈ ലോകത്തെ പ്രയാസങ്ങൾ ഒരു വിശ്വാസിക്ക് തരണം ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു പ്രതിരോധ ശേഷിയാണ്, ഏറ്റവും വലിയൊരു കോൺഫിഡൻസാണ് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങളിപ്പോൾ കേട്ടിട്ടില്ലേ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴും ചാനലുകളിൽ ചർച്ചകൾ തീർന്നിട്ടില്ല, കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, ഒരു വലിയ പ്രമുഖ വ്യവസായിയായ ഒരു മലയാളി, അദ്ദേഹത്തിന് എത്രയോ വലിയ ആഡംബര കാറുകളുണ്ട്, കൊട്ടാര സമാനമായ ബിൽഡിങ്ങുകളുണ്ട്, ആയിരക്കണക്കിന് സ്റ്റാഫുകളുണ്ട്, വലിയ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവൻ പൊലിഞ്ഞു പോവാൻ ഇത്തിരി നേരം മതി. അതുകൊണ്ട് വിശ്വാസി ഒരിക്കലും ആത്മഹത്യയിലേക്ക് പോകാൻ പാടില്ല. ഒരാൾക്ക് സ്വന്തം അല്ലാഹു നൽകിയ ജീവൻ, ആ ജീവനെ നശിപ്പിക്കാൻ അധികാരമില്ല. അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. സ്വയം ജീവനൊടുക്കുന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴും കേൾക്കേണ്ടി വരുന്നുണ്ട്. അത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ കരുത്ത് നഷ്ടപ്പെടുമ്പോഴാണ്. ഇത്തരം അധ്യാപനങ്ങൾ നമുക്ക് നൽകുന്ന കരുത്ത് വലുതാണ്. അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ ഷഅബാൻ, അത് നോമ്പിൻ്റെ മാസം കൂടിയാണല്ലോ. നോമ്പ് നൽകുന്നത് കരുത്ത്. ഷഅബാൻ 15 നോമ്പുകാരായി നമ്മൾ സംസാരിക്കുമ്പോൾ ഈ നോമ്പ് നമുക്ക് നൽകുന്ന കരുത്ത്, അത് ക്ഷമിക്കാനും ത്യജിക്കാനും സഹിക്കാനുമുള്ള വലിയ കരുത്താണ്. അതുകൊണ്ട് വിശ്വാസിയുടെ ഈമാൻ, അവൻ്റെ വിശ്വാസം, അതൊന്നുകൂടി ബലപ്പെടുത്തിക്കൊണ്ട് നാം നല്ലവരായി ജീവിക്കണം. അല്ലാഹു നമുക്ക് ഉണ്ടായ നഷ്ടങ്ങൾ, നമുക്കുണ്ടായ കഷ്ടങ്ങൾ, നമുക്ക് സംഭവിച്ച തോൽവികൾ, നമുക്ക് സംഭവിച്ച സാമ്പത്തികമായ പരാധീനതകൾ, അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. അത് ഈ ലോകത്തല്ലെങ്കിൽ അത് നാം വിശ്വസിക്കുന്ന പരലോകത്താണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ലതു മാത്രം നൽകി അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.